ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തേക്കും. ഹാജരാകാൻ ആവശ്യപ്പെട്ട് പത്മകുമാറിന് രണ്ടാമതും നോട്ടീസ് നൽകിയിരുന്നു. ഹാജരാകാൻ വൈകിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റ് തുടരുന്നതിൽ CPM-ന് കടുത്ത ആശങ്കയും ഉണ്ട്. തലസ്ഥാനത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, ഏത് സമയവും പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തും എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്ത കാര്യമാണ്. ഇന്നെന്തായാലും ചോദ്യം ചെയ്തേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എപ്പോഴേക്കും ചോദ്യം ചെയ്യൽ പ്രതീക്ഷിക്കാം? എങ്ങനെയാണ് വിവരങ്ങൾ? പത്മകുമാറിന് ഇത് രണ്ടാം തവണയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുറച്ച് ശാരീരിക പ്രശ്നങ്ങളും മറ്റു വ്യക്തിപരമായ സൗകര്യങ്ങളും ചൂണ്ടിക്കാട്ടി ഹാജരാകുന്നതിന് പത്മകുമാർ സാവകാശം തേടിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും രണ്ടാമത് നോട്ടീസ് നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഒരു ബന്ധുവിൻ്റെ മരണവിവരങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതുമായി ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ന്യായീകരണം ചൂണ്ടിക്കാട്ടിയാണ് രണ്ടാമതും പത്മകുമാർ ഒരു സാവകാശം തേടിയിരിക്കുന്നത്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം അധികം വൈകിയാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാം എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പത്മകുമാർ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സാധ്യത എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കഴിഞ്ഞ എൻ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ പത്മകുമാറിനെ കൂടുതൽ കുരുക്കിലാക്കുന്നത്. ഈ സ്വർണ്ണക്കവർച്ച നടക്കുന്ന സമയത്ത് സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയ എൻ വാസുവിൻ്റെ ഇടപെടൽ അത് ദേവസ്വം ബോർഡിന് കൃത്യമായി അറിയാമായിരുന്നു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു മനഃപൂർവ്വമാണ് ഈ പറയുന്ന രീതിയിൽ അന്നത്തെ രേഖകളിൽ സ്വർണ്ണപ്പാളികളെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത്. ഈ വാസുവിൻ്റെ ഈ ഒരു രീതിയിലുള്ള ക്രമക്കേട് നടത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് ചെമ്പ് ഈ പറയുന്ന രീതിയിൽ പാളികൾ കൊടുത്തുവിടുന്നത് എന്നുള്ളതും കണ്ടെത്തിയിരുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ ഒരു കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണ നിഴലിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ ഒരു കണ്ടെത്തലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ്. ഒന്ന്, വാസുവിൻ്റെ ക്രമക്കേടുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഈ കേസിലെ 8ാം പ്രതിയായ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം എന്നിവരെല്ലാം ഈ പറയുന്ന രീതിയിൽ ഈ പ്രതിസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞു. നേരത്തെ തന്നെ ഇവരുടെ ആരുടെയും പേര് ചേർക്കാതെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡിനെയാണ് ഈ പാളി കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഇവരുടെ പങ്കുകളിൽ കൂടുതൽ വ്യക്തത വരുന്നതനുസരിച്ച് ഇവരെ വ്യക്തിപരമായി ഓരോരുത്തരെയായി പ്രതികർക്കാനൊക്കെയുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി പുറത്തു വരുന്ന കാര്യങ്ങളാണ്. ഒന്ന്, പത്മകുമാറിന് ഇതുവരെ ഒന്നും അങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന രീതിയിൽ പുതിയ തെളിവുകളുടെയും പുതിയ കണ്ടെത്തലുകളുടെയും പശ്ചാത്തലത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ പത്മകുമാർ കൃത്യമായി മൊഴി നൽകേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ വാസുവിന് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ വാസു കാണിച്ച ഒരു ക്രിമിനൽ പ്രവൃത്തിയെ അതിനെ കണ്ടിട്ടും കാണാതെ ഇരുന്നതാണോ അതോ എല്ലാം ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ എന്ന് വിട്ടുകൊടുത്തതാണോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്നത്. ഇങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗം അവിടെ തെളിയുകയാണെങ്കിൽ പത്മകുമാറിന് അത് കൂടുതൽ കുരുക്കായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അന്വേഷണ സംഘവും അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. കാരണം ഒന്ന്, ഈ പത്മകുമാറും വാസുവും എന്നൊക്കെ പറയുന്നത് വളരെ അടുത്ത് ബന്ധമുള്ള ആൾക്കാരാണ്. രണ്ടുപേരും CPM-ന്റെ വളരെ കരുത്തരായ നേതാക്കളുമാണ്. അങ്ങനെ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോൾ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവർ രണ്ടുപേരും ചേർന്നാണ് ശബരിമലയടക്കമുള്ള ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ഭരണവും കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം വാസുവിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ വാസു ദേവസ്വം കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നു. അതിനുശേഷമാണ് പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിന് പിന്നാലെ വാസു വീണ്ടും ദേവസ്വം പ്രസിഡന്റായി തിരിച്ചു വരുന്ന തരത്തിലുള്ള ഒരു സമീപനമൊക്കെ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഒരു തുടർച്ചയായി ഒരു ഗൂഢാലോചനയുടെ തുടർച്ചയായി വേണമെങ്കിൽ വിലയിരുത്താം. അങ്ങനെയുള്ളൊരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. പക്ഷേ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തേക്കും. ഹാജരാകാൻ ആവശ്യപ്പെട്ട് പത്മകുമാറിന് രണ്ടാമതും നോട്ടീസ് നൽകിയിരുന്നു.